കഴിഞ്ഞ കുറച്ച് നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നയാളാണ് യുഎസിലെ ന്യൂയോർക്ക് നഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സഹ്റാൻ മംദാനി. ഡെമോക്രാറ്റിക് പാർട്ടി അംഗവും ഇന്ത്യൻ വംശജനുമായ സഹ്റാൻ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ന്യൂയോർക്കിന്റെ ആദ്യ മുസ്ലിം കുടിയേറ്റ മേയർ കൂടിയാകും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് വിളിച്ച ഈ സഹ്റാൻ മംദാനി ആരാണ്? ഇന്ത്യൻ വംശജയായ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഗുജറാത്തിലും ഉഗാണ്ടയിലും വേരുകളുള്ള സർവകലാശാല പ്രൊഫസർ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് 33-കാരനായ സഹ്റാൻ. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റായ സഹ്റാൻ നിലവിൽ ക്വീൻസിൽ നിന്നുള്ള നിയമസഭാംഗമാണ്. അമ്മ മീര നായരുടെ വഴിയെ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് വരാതെ രാഷ്ട്രീയത്തിലാണ് സഹ്റാൻ തന്റെ വഴി കണ്ടെത്തിയത്. 33-ാം വയസ്സിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മിന്നിത്തിളങ്ങുന്ന സഹ്റാൻ മംദാനിയുടെ ഇതുവരെയുള്ള യാത്രകൾ ഒരു പിടി സർപ്രൈസുകൾ നിറയുന്നതാണ്. ജയിച്ചാൽ മംദാനി ന്യൂയോർക്കിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മേയറാകും. മേയറാകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, ആദ്യ മുസ്ലിം, ആദ്യ റാപ്പ് ഗായകനുമാകും. കോളേജ് പഠനകാലത്ത് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പലസ്തീൻ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. വീടിന് വായ്പയെടുത്ത് പെടുന്നവരെ സഹായിക്കുകയായിരുന്നു പഠനകാലശേഷമുള്ള പ്രധാന ജോലി. ഒപ്പം റാപ്പും. യങ് കാർഡമം, മിസ്റ്റർ കാർഡമം എന്നീ പേരുകളിൽ. 7 വർഷം മുൻപ് മാത്രമാണ് അമേരിക്കൻ പൗരനായത്. വോട്ട് പിടിക്കാൻ ബോളിവുഡ് സ്റ്റൈൽ പ്രചാരണ വീഡിയോകൾ സമൂഹമാധ്യമങ്ങളിലൂടെ വൈറലാക്കി. പരമ്പരാഗത പ്രചാരണ മാർഗങ്ങൾ സ്വീകരിച്ചില്ല. പ്രചാരണം തന്നെ വ്യത്യസ്തമായിരുന്നു. നിങ്ങൾക്കിണങ്ങുന്ന, ഉൾക്കൊള്ളാനാകുന്ന സുരക്ഷിതമായ ഒരു നഗരം പടുത്തുയർത്താനാണ് താൻ പൊരുതാൻ പോകുന്നത്. ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി എതിരാളി ആൻഡ്രൂ ക്യൂമോയെ തോൽപ്പിച്ച് സഹ്റാൻ മംദാനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം സഹ്റാൻ മംദാനിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ് മംദാനിയെ ട്രംപ് വിളിച്ചത്. ട്രംപിന്റെ ആരോപണങ്ങൾക്കും മംദാനിയുടെ നിരീക്ഷണങ്ങൾക്കും സാക്ഷിയായ ന്യൂയോർക്ക് നഗരത്തിൽ അദ്ദേഹം ഇപ്പോൾ മികച്ച മേയർ സ്ഥാനാർത്ഥിയാണ്. 33 വയസ്സുകാരനായ സഹ്റാൻ മംദാനി ആസ്റ്റോറിയ ആസ്ഥാനമായുള്ള അസംബ്ലിമാൻ ന്യൂയോർക്കിൽ തന്റെ നിലപാടുകളും ഉറച്ച രാഷ്ട്രീയ ബോധവും കൊണ്ട് മികച്ച പേര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ന്യൂയോർക്ക് നഗരത്തിൽ വാടക നിയന്ത്രണം, സൗജന്യ ശിശു സംരക്ഷണം തുടങ്ങി നിരവധി ആശയങ്ങളാണ് മംദാനി മുന്നോട്ട് വയ്ക്കുന്നത്. ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിലും സ്വന്തമായി നിലപാടുകളുള്ള വ്യക്തിയാണ് മംദാനി. പക്ഷേ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അമേരിക്കൻ നയത്തിന് എതിരായതിനാൽ പലപ്പോഴും വിവാദങ്ങൾക്ക് വഴിതെളിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലായി ന്യൂയോർക്ക് നഗരത്തെ ഭരിച്ചിരുന്ന നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നിലപാടാണ് മംദാനി പല വിഷയങ്ങളിലും സ്വീകരിക്കുന്നത്. അമേരിക്കൻ വലതുപക്ഷ നിലപാടുകളെ ശക്തിയുക്തം എതിർത്ത മംദാനി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കമെടുത്ത നിലപാടുകൾ വലിയ വിവാദങ്ങൾക്കും വഴിതെളിച്ചു. ഗാസയിലെ ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യ എന്നായിരുന്നു മംദാനി വിശേഷിപ്പിച്ചത്. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായുള്ള ന്യൂയോർക്ക് നഗരത്തിന്റെ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണകളുണ്ട്. മാത്രമല്ല, അമേരിക്കയിലെ രാഷ്ട്രീയക്കാരുടെ നിലപാടുകളിൽ ലോക ശ്രദ്ധ നേടിയ നിലപാടാണ് ക്യൂർ വിരുദ്ധത. എന്നാൽ ഇതിന് വിപരീതമായി സ്വവർഗ വിവാഹത്തെയും മറ്റ് ക്യൂർ വ്യക്തികളെയും അംഗീകരിക്കുന്ന നിലപാടാണ് മംദാനി സ്വീകരിച്ചിട്ടുള്ളത്. സാധിച്ചെടുക്കുന്നതുവരെ എല്ലാം നമുക്ക് അസാധ്യമാണെന്ന് തോന്നും. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകളാണ് സഹ്റാൻ മംദാനിയുടെ ഇതുവരെയുള്ള ജീവിത വഴികളിൽ നിറഞ്ഞു നിൽക്കുന്നത്.
ഒരു വർഷം മുൻപ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പേര്, ജനങ്ങൾക്ക് അത്ര പരിചിതനല്ലാതിരുന്ന വ്യക്തി, ആ സൊഹ്റാനാണ് ഇന്നിപ്പോൾ ന്യൂയോർക്ക് മേയർ കസേരയുടെ അടുത്ത് നിൽക്കുന്നത്. സൊഹ്റാൻ ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ അതൊരു ചരിത്ര മുന്നേറ്റം കൂടിയാകും.